പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് അവിടെയുള്ള ഹിന്ദുക്കളെ കൊന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ അതവർ ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഏതാണ്ട് 15% വരെ ഉണ്ടായിരുന്ന അവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ ഇന്ന് കേവലം 1.6%. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്ലാമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന അഭിപ്രായം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി അജ്മേർ പള്ളിക്ക് ഈ പട്ട് കൊടുത്തു വിടുമോ? അല്ല, അവരൊന്നും തീവ്രവാദികളല്ല. തീവ്രവാദികളെ കുറിച്ച് പറ, മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോ മുസ്ലിങ്ങളെ കുറിച്ച് പറ. ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴക്കരുത്. ആ കൂട്ടിക്കുഴക്കൽ നിർത്തൂ. നിങ്ങൾ ഉടായ്പ നിർത്തൂ. ഇസ്ലാം സമം തീവ്രവാദം എന്നാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്. അതാണല്ലോ അത് ശ്രീത് അംഗീകരിക്കുന്നുണ്ടോ? അത് ഇതിന് അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് പറയാലോ, തെളിവുള്ള കാര്യമില്ലേ? അദ്ദേഹത്തിന്റെ അഭിപ്രായം, എന്റെ അല്ല. അത് ആരിഫിന്റെ മാത്രം അഭിപ്രായമാണ്, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, ഖുർആൻ ആകട്ടെ, ബൈബിൾ ആകട്ടെ, ഗീതയാകട്ടെ പവിത്രമായി കാണുന്നതാണ് ഇന്ത്യക്കാർ. ആ സംസ്കാരത്തിൽ നിന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ പോകരുത്. ഇതൊക്കെ എന്താണ് ഈ പറയുന്നത്? ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്. മോദി ഗവൺമെന്റ് വന്നു, ഇതിന് ശേഷം ഇതിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ പരോക്ഷമായിട്ട് അത് സമ്മതിക്കുകയാണ്. നേരത്തെ അത് പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ സമാധാനം തകർന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ സമാധാനം ഉണ്ടായിരുന്നു എന്നും കൂടിയാണ് ഇവിടെ സമ്മതിക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സമാധാനം ഉണ്ടാവുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള കാര്യമാണ് 370 എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അതും കൂടി നിങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഇങ്ങനെ വിവിധ വശങ്ങളിലേക്ക് ഇത് പോകേണ്ടി വരും. മൾട്ടി ഫേസഡ് ആണ്. അതിൽ ഈ പറയുന്ന സുരക്ഷാ വീഴ്ച ഒരു ഘടകമാണ്. പക്ഷെ അതിനെ മറപിടിച്ച് ഈ തീവ്രവാദത്തെയും ഈ തീവ്രവാദത്തിന്റെ പിന്നിലുള്ള മതത്തെയും അതിനെയൊക്കെ അങ്ങ് വെളുപ്പിക്കാം എന്നും കൂടി ഉദ്ദേശിച്ചാൽ അത് ഇവിടെ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയാനുള്ളത്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ആരിഫ് ഭായ് അടക്കം ഇതിന്റെ എല്ലാം പിന്നിൽ മുസ്ലിമും മുസ്ലിമിന്റെ ആൾക്കാരും അവരുടെ കിതാബുമാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ ആ ഇൻസെക്യൂരിറ്റിയിൽ ഡിഫൻസ് എടുക്കും. നമുക്ക് സത്യസന്ധമായി അറിഞ്ഞൂടെ? ആരിഫ് ഭായിയോട് അടക്കമുള്ള ചോദ്യം. എനിക്ക് ഇഷ്ടവും ബഹുമാനവും ഒരാളാണ് അദ്ദേഹം. ഏതെങ്കിലും മതമാണോ ഇതിന്റെ പിന്നിൽ? അങ്ങനെയാണെങ്കിൽ ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ മതമുണ്ട്. അതായത് കാശ്മീർ യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു പൊളിറ്റിക്കലായ പ്രശ്നം കൂടിയില്ലേ? അതിനെ മതത്തിന്റെ ചില ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ടാകാം. അഥവാ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ അവർക്ക് സ്വർഗം കിട്ടുമെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ പോരെ? പാകിസ്ഥാനിൽ 50 ലക്ഷത്തോളം ഹിന്ദുക്കളില്ലേ? ദുബായിൽ ഏതെങ്കിലും ഇതേ കൊന്നാൽ പോരെ? സൗദി അറേബ്യ ഏതെങ്കിലും ഹിന്ദുക്കളെ കൊന്നാൽ പോരെ? അതായത് വിശ്വാസത്തിന്റെ പേരിൽ ഒരു കാഫിറിനെ കൊന്നാൽ തനിക്ക് സ്വർഗം കിട്ടുമെന്നതിന്റെ പേരിലാണ് പോയി കൊല്ലുന്നതെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഹിന്ദുവിനെ കൊന്നാൽ പോരെ? എന്താണ് ബുദ്ധി? ഈ തലവെളി കാണിച്ച് അടക്കല്ലേ മണ്ടാരെ. നമ്മളിവിടെ പറഞ്ഞത് മുസ്ലിങ്ങളെ കുറിച്ചല്ല, ജിഹാദികളെ കുറിച്ചാണ് പറഞ്ഞത്. ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നു എന്ന് പറയുന്നത്? ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ. ഇവിടെ സംഘികൾക്കെതിരെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. അത് വിചാരിച്ചിട്ട് അതങ്ങനെ പറയരുതെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. എന്തിനാ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജിഹാദികളെ പറയേണ്ടത് ജിഹാദികളെ പറയണം. അവിടെ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കുന്ന ആ ഇരട്ടത്താപ്പിന് എന്നെ കിട്ടില്ല. ഒന്നാമത്തെ കാര്യം, കാഫിറിനെ കൊല്ലണം എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാഫിറിനെ പിടിച്ച് കൊന്നാൽ പോരെ എന്നാ ചോദിച്ചത്. എന്ത് വാദമാണ് ഞാൻ ചോദിക്കുന്നത്? കാഫിറിനെ കൊല്ലാൻ ഒന്നാമത് പാകിസ്ഥാനിലെ കാഫിറിനെ കൊന്നുവന്ന് തീർന്നു കഴിഞ്ഞു. ഇനി ആകെ എണ്ണി പെറുക്കിയെടുക്കാൻ ആകെ 5-10 ഉള്ളൂ. അവിടുത്തെ നിരന്തരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ പറയുന്ന മൈനോറിറ്റിക്കെതിരെയുള്ള പെർസിക്യൂഷൻ. അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞ വളരെ നല്ല കാര്യമായിരിക്കും, പുണ്യം കിട്ടുന്ന കാര്യമായിരിക്കും. നിന്നോട് അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇനി ഇവിടെ പറഞ്ഞ പ്രശ്നം, ഇതിൽ മതമുണ്ടോ? മതമുണ്ട്. ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യമാണ്, ഹദീസിലുള്ള കാര്യമാണ്. രാഹുൽ ഈശ്വർ അത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ അത് ഞാൻ പറയട്ടെ ക്ഷമ കൈക്കൊള്ളൂ. അത് ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് രാഹുൽ പറയും. അല്ലാതെ ഇടയ്ക്ക് കയറരുത്. മര്യാദ കാണിക്കും. നിങ്ങളിതിനെ അസഹിഷ്ണുതയാവുന്നത് ഉള്ള കാര്യം പറയുമ്പോൾ കിടന്ന് തിളയ്ക്കുന്നതിനാണ്. അങ്ങോട്ട് മാറി ഉള്ള കാര്യം പറയുമ്പോ തിളക്കേണ്ട കാര്യമില്ല. ആദ്യം പറയണ രാഹുൽ നടങ്ങ്. ആദ്യം ഞാൻ പറയണ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇത് ഒഴിഞ്ഞ ചെണ്ടയാകുമ്പോഴാണ് ഇതുപോലെ ഒച്ച ഉണ്ടാക്കേണ്ടി വരുന്നത്. എന്താണ് ഇസ്ലാമിനെ ഇതുപോലെ മുന്നോട്ട് നയിക്കുന്നത്? ഇവിടെ ആഗോളതലത്തിൽ ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് വരുമ്പോൾ അതിനകത്ത് ടോപ്പ് ടെറർ ഇൻഡെക്സ് അതിന്റെ അറ്റാക്സിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 20 എണ്ണം ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ്. ഇവിടെ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 50 ടെറർ ഓർഗനൈസേഷൻസ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 50ഉം 100ഉം അത് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് തന്നെയാണ്. ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് ഇസ്ലാമിന്റെ ഡോക്ട്രിൻസ് തന്നെയാണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. ശരി, ഞാൻ ഇടപെടുകയാണ്. അല്ല രാഹുൽ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുള്ളൂ. പാകിസ്ഥാൻ നടത്തുന്ന ഇസ്ലാമിക തീവ്രവാദം സമ്മതിക്കാൻ എന്താണ് മടിയുള്ളത് എന്നാണ്. അത് രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളെയും പറയുന്ന കാര്യമല്ല. ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പദപ്രയോഗം നടത്തിയിട്ടേ ഇല്ല. അല്ലല്ല, എനിക്ക് ആരിഫിന്റെ നിലപാടല്ലോ. മഞ്ജുഷ് എന്ന ഹിന്ദുവായ മാധ്യമ പ്രവർത്തനോടാണ് ചോദ്യം. നാളെ പോയി പഠിക്കൂ രാഹുൽ. ഗസ്വായ ഹിന്ദു പോയി പഠിക്കൂ. പറയട്ടെ.
പറയട്ടെ, ഇനി ഞാൻ മറുപടി പറയട്ടെ. അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയൂ. താങ്കൾ ചോദ്യത്തിനുള്ള മറുപടി പറയൂ. മറുപടിയാണ്. നാളെ യേശു ക്രിസ്തുവിനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അങ്ങയുടെ ചർച്ചയിൽ പേരെടുത്ത് അപമാനിച്ചാൽ അങ്ങ് കേട്ടോണ്ടിരിക്കുമെന്ന് ആരെയും അപമാനിക്കാൻ ഒരിക്കലും രണ്ടുപേരുടെ മാത്രം കാര്യം പറയണ്ട. ഒരിക്കലും ഒരു മതത്തെയും അപമാനിക്കാൻ അനുവദിക്കില്ല. നബിയെ കുറിച്ച് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം. അതാണ് ഇന്ത്യയുടെ ഇത് മനുസ്മൃതി കത്തിച്ച നാടാണ്. ഇവിടെ ഖുർആൻ കത്തിക്കേണ്ടി വന്ന കത്തിക്കണം. ഒരു കാര്യം ചെയ്യും, ആരിഫ് ഹുസൈൻ കത്തിക്ക് ജയിലിൽ പോകണം. ആരിഫ് ഹുസൈൻ കത്തിക്ക് ജയിലിൽ മനുസ്മൃതി കത്തിച്ച അവിടെ പോകില്ല, ഖുർആൻ കത്തിച്ചാൽ പോകും. അത് തന്നെ ഞാൻ പറഞ്ഞു. അതാണ് ഇസ്ലാമിന്റെ ആ കോണം. അത് തന്നെയാണ് ഇസ്ലാമിന്റെ കോണം. മനുസ്മൃതി കത്തിച്ചാൽ ഇവിടെ ജയിലിൽ പോകില്ല. എല്ലാ വർഷവും മനുസ്മൃതി ദഹൻ ദിവസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും മിണ്ടാതിരിക്കടാ, തലയ്ക്ക് സ്വൈര്യം തരില്ല എന്ന് വെച്ചാ. ഇതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഇസ്ലാമിസ്റ്റ് ടെററിസം എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ, പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് അവിടെയുള്ള ഹിന്ദുക്കളെ കൊന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ അതവർ ചെയ്തിട്ടുണ്ട്. അതവർ ചെയ്തതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഏതാണ്ട് 15% വരെ ഉണ്ടായിരുന്ന അവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ ഇന്ന് കേവലം 1.6%. ഞാൻ ചോദിക്കുന്ന ഈ ആൾക്കാരെല്ലാം എവിടെ പോയി? നാച്ചുറലായിട്ട് മരിച്ചോ? അവർ ക്ലെൻസ് ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ ക്ലെൻസ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് മൈനോറിറ്റീസിന് സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാനിൽ എല്ലായ്പ്പോഴും റെഗുലറായിട്ട് ഫീച്ചർ ചെയ്യുന്നത്. അന്താരാഷ്ട്ര ഫോറങ്ങളിൽ അത് വരുന്നത് അതുകൊണ്ടാണ്. ന്യൂനപക്ഷ സംരക്ഷണം നമ്മുടെ നാട്ടിൽ കൊടുത്തപ്പോൾ അത് കൊടുക്കാതിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഡാനിഷ് കനേറിയ എന്ന് പറയുന്ന ഹിന്ദുവായിട്ടുള്ള അവിടുത്തെ ക്രിക്കറ്റർ, അദ്ദേഹത്തിന്റെ ട്വീറ്റ്സ് മതി അവിടെയുള്ള ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ് എന്നറിയാൻ. അല്ല ഞാൻ ചോദിച്ചോട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്ലാമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന അഭിപ്രായം ഉണ്ടോ? എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? പ്രധാനമന്ത്രിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം ട്വീറ്റിലൂടെ സൂഫി കൾച്ചർ ഇന്ത്യയിൽ വളരുകയാണ്, നമ്മളിതിനെ സ്വാഗതം ചെയ്യണമെന്ന് പറയുമോ? അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി അജ്മേർ പള്ളിക്ക് ഈ പട്ടു കൊടുത്തു വിടുമോ? പ്രധാനമന്ത്രി അടക്കം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈദിന് തന്റെ സുഹൃത്തായ അബ്ബാസിന്റെ വീട്ടിൽ നിന്നാണ് താൻ ആഹാരം തന്റെ വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് പറയുമോ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അല്ല, അവരൊന്നും തീവ്രവാദികളല്ല. തീവ്രവാദികളെ കുറിച്ച് പറയുമ്പോൾ സാധാരണ മുസ്ലിങ്ങളെ പൊക്കിക്കൊണ്ട് വരല്ലേ? ആ ഉടായ്പ നിർത്തൂ. തീവ്രവാദികളെ കുറിച്ച് പറയണം, തീവ്രവാദികളെ കുറിച്ച് പറ. മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോ മുസ്ലിങ്ങളെ കുറിച്ച് പറ. ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴക്കരുത്. ആ കൂട്ടിക്കുഴക്കൽ നിർത്തൂ. നിങ്ങൾ ഉടായ്പ നിർത്തൂ. രാഹുൽ, മുസ്ലിം സമം തീവ്രവാദികളെന്നല്ല നമ്മളാരും പറയുന്നത് കേട്ടോ. മുസ്ലിം സമം ജിഹാദികളെന്ന് നമ്മളാരും പറയുന്നില്ല. നമ്മളാരും പറയുന്നില്ല. ശ്രീജിത് ഭായ് പറഞ്ഞില്ല, പക്ഷെ ഇസ്ലാം സമം തീവ്രവാദം എന്നാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്. അതാണല്ലോ അത് ശ്രീജിത്ത് അംഗീകരിക്കുന്നുണ്ടോ? അത് ഇതിന് അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് പറയാലോ, തെളിവുള്ള കാര്യമില്ലേ? അദ്ദേഹത്തിന്റെ അഭിപ്രായം, എന്റെ അല്ല. അത് ആരിഫിന്റെ മാത്രം അഭിപ്രായമാണ്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അതിന് തെളിവുണ്ടല്ലോ. ഇല്ലെങ്കിൽ അതിന് പറയും. ഏതാ തെളിവ് വേണ്ടതെന്ന് പറയും. ഞാൻ പറഞ്ഞുതരാം. ഗസ്വായ ഹിന്ദ് തീവ്രവാദമാണോ അല്ലേ? പറയും. ഗസ്വായ ഹിന്ദ് ഖുറാനിലല്ലോ, ഹദീസിലുണ്ടല്ലോ. മുഹമ്മദ് നബി പഠിച്ച കാര്യമല്ലേ? മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യമല്ലേ? മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. മദ്രസയിൽ ഖുർആനിന്റെ പ്രമാണം, ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഖുർആൻ ഉണ്ട്, ഹദീസ് ഉണ്ട്, ഇജ്മാ ഉണ്ട്. ഇത് അറിയോ രാഹുലിന്? ഇല്ല. അറിയാത്ത കാര്യത്തെ കുറിച്ച് മിണ്ടാ നിൽക്കരുത്. ഖുർആൻ മാത്രമല്ല, നിയാസിലേക്ക് പോവുകയാണല്ലോ. നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട. അല്ലല്ലോ, ആ രീതിയിലുള്ള തർക്കമൊന്നും വേണ്ട. ശരി, സംസാരിക്കരുത്, എന്റെ സമയമാണ്. അല്ലല്ല, നിയാസ് താങ്കൾ വിഷയത്തിൽ നിന്ന് പോവുകയാണ്. രാഹുൽ, നിയാസ് അല്ലല്ലോ, സമയം കൊടുത്താൽ എന്ത് ന്യായമാണ്? അല്ല, ഒരു ന്യായമില്ല. നിയാസ് സംസാരിക്കട്ടെ. മഞ്ജുഷ് എന്ന മാധ്യമ പ്രവർത്തന മര്യാദ കാണിക്കണം. അല്ല, താങ്കൾ വിഷയത്തിൽ നിന്ന് മാറി മറ്റു വിഷയങ്ങളിലേക്ക് പോവുകയാണ്. അത് പോയത് ആരിഫ് ഹുസൈനാണ്. ഞാൻ ശ്രീജിത്ത് പറഞ്ഞതിന് താങ്കൾ മറുപടി പറയൂ എന്നാണ് പറഞ്ഞത്. താങ്കൾ അന്നേരം ആരിഫ് ഹുസൈനിലേക്ക് പോയി. അങ്ങനെയല്ലത്. എന്തൊക്കെ പറഞ്ഞാലും പരിപാടി തന്നെ. ശ്രീജിത്ത് പറഞ്ഞതിനുള്ള മറുപടി പറയുകയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിയാസിലേക്ക് പോവുകയാണ്. എനിക്ക് അഭിപ്രായം ഉണ്ടോ? ഇല്ല, താങ്കൾക്കാണ് സൗണ്ട് കൂടുതൽ. ശരി, നിയാസ് നാളെ അല്ലല്ല, ഞാൻ 30 സെക്കൻഡ് എടുക്കും. എന്റെ വേദങ്ങളെയോ എന്റെ ഭഗവത്ഗീതയോ എന്റെ രാമായണത്തെയോ ആരെങ്കിലും നാളെ ഇതേപോലെ അപമാനിച്ച് അത് മോശമാണ്. അങ്ങനെ പറയുന്ന ദളിത് തീവ്രസ്വരക്കാരുണ്ട്. അങ്ങനെ പറയുന്ന വേദങ്ങൾ, രാമായണം കത്തിക്കണം എന്ന് പറയുന്ന നമ്മുടെ രാമസ്വാമി നായക്കറുണ്ട്. അവരോട് എന്ത് ചെയ്യണം? നിങ്ങൾ കത്തിച്ചോളാൻ പറയണോ? ഇല്ല. ഖുറാനാകട്ടെ, ബൈബിൾ ആകട്ടെ, ഗീതയാകട്ടെ പവിത്രമായി കാണുന്നതാണ് ഇന്ത്യക്കാർ. ആ സംസ്കാരത്തിൽ നിന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ പോകരുത്. എന്താണ് ഈ പറയുന്നത്? ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഈ കാര്യം കേട്ടില്ലേ? ശരി, നിയാസ്. അപ്പൊ എന്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല. നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. Bing bing boo.